കോഴിക്കോട്ടേക്ക് പോകാം. റിയാസ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട്ട് എന്താണ് സ്ഥിതി? മഴക്കെടുതികൾ രൂക്ഷമായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കോഴിക്കോട് ഇപ്പോൾ ഇടവിട്ട മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്പം മുൻപ് മഴയുണ്ടായിരുന്നു. ഈ വാർത്ത നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നഗരത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നു. മാത്രമല്ല, കക്കയം ഡാമിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഏത് സമയത്തും കക്കയം ഡാമിലെ വെള്ളം തുറന്നു വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. അത് ഏത് സമയത്ത് വേണമെങ്കിലും റെഡ് അലർട്ടായി ഉയർത്താം. ജലനിരപ്പ് സംഭരണ ശേഷിയോട് അടുത്തു കഴിഞ്ഞാൽ അധിക ജലം തുറന്നുവിടും എന്നുള്ള അറിയിപ്പ് പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. ഈ ഡാമിലെ വെള്ളം പെരുവണ്ണാമൊഴി റിസർവോയർ വഴി കുറ്റ്യാടി പുഴയിലേക്കാണ് എത്തുക. ഡാം തുറന്നു കഴിഞ്ഞാൽ കുറ്റ്യാടി പുഴയിലെ ജലനിരപ്പും ഉയരും. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ കടുത്ത ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ചാലിയാർ പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, പൂനൂർ പുഴ എന്നിവിടങ്ങളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പുലർക്കാലത്തെല്ലാം തന്നെ കടൽ ആക്രമണം പോലുള്ള കാര്യങ്ങൾ, കടൽക്ഷോഭം, കടലാക്രമണം, ഉയർന്ന തിരമാലകൾ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് മഴയെ തുടർന്നാണ്. ഉൾക്കടലിൽ ഉൾപ്പെടെ മഴ പെയ്യുന്ന ഒരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും നഗരത്തിലുമെല്ലാം തന്നെ ഇടവിട്ടാണ് ഇപ്പോൾ മഴയുള്ളത്. റിയാസ്, മറ്റൊരു കാര്യം, ഈ വയനാട് മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങളുണ്ടോ? തീർച്ചയായും. കാരണം അത് ഒരുപക്ഷെ നമ്മൾ പോലീസിന്റെ അതിലുപരി അഗ്നിരക്ഷാസേനയുടെ, ഫയർഫോഴ്സിന്റെ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം. അതിന് ഈ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ ഇടപെടൽ. രാത്രിയാണ്, കടുത്ത മഴയാണ്. അവർ ഉറക്കമിളച്ചുകൊണ്ട് സമാനതകളില്ലാതെ 3.5 മണിക്കൂറോളം നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം, ആ രക്ഷാദൗത്യം വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഏകദേശം 400ഓളം യാത്രക്കാരാണ് കുടുങ്ങിക്കിടന്നത്. 25ഓളം വാഹനങ്ങളിലായി. അവർ കർണാടകയിൽ നിന്നും എത്തിയ ആളുകളാണ്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന മലയാളികൾ അടക്കമുള്ള ആളുകളാണ്. കോഴിക്കോട് മൈസൂര് ദേശീയപാതയിൽ പൊൻകുഴിയിലാണ്, ദേശീയപാത 766 മുത്തങ്ങയ്ക്ക് സമീപം പൊൻകുഴിയിലാണ് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി ഈ പൊൻകുഴി ഭാഗത്ത് യാത്രക്കാരെല്ലാം തന്നെ കുടുങ്ങിക്കിടന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിലുണ്ടായിരുന്നു. തുടർന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന രാത്രി ഉറക്കമിളച്ച് നടത്തിയ ഒരു രക്ഷാദൗത്യം. ആ രക്ഷാദൗത്യത്തിന്റെ ഫലമായി ഇവരെ പുറത്തെത്തിക്കാൻ സാധിച്ചു. അതേസമയം വെള്ളക്കെട്ടിൽപ്പെട്ട് കേടായ ചില വാഹനങ്ങൾ ഇപ്പോഴും വനമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് പുറത്തെത്തിക്കണമെങ്കിൽ എന്തായാലും പകൽ സമയം എന്നുള്ളത് അനിവാര്യമാണ്. ഈ രക്ഷാ പ്രവർത്തനത്തിനിടെ തന്നെ അതുവഴി കാട്ടാന പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ ഒരു സ്ഥിതിയൊക്കെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യാൻ, നേരിടാൻ നമ്മുടെ ഫയർഫോഴ്സിനും പോലീസിനും സാധിച്ചു. അതിലുപരി അവിടുത്തെ നാട്ടുകാർ, ആ നാട്ടുകാരുടെ ഇടപെടൽ, ഏറ്റവും വലിയ മനുഷ്യത്വം. മലയാളിക്കൊരു പ്രത്യേകതയുള്ളത്, എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ എല്ലാം മറന്ന് ഒരുമിക്കുന്ന ആളാണ് മലയാളി എന്നുള്ളത് ഒരിക്കൽ കൂടി മുത്തങ്ങയിൽ നമ്മൾ കാണുകയാണ്. ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയ യാത്രക്കാർക്ക് സുൽത്താൻ ബത്തേരിയിലെ വികസനം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം എത്തിച്ചു നൽകിയത്. മാത്രമല്ല, ഈ വനം വകുപ്പും ഒപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ എത്തിക്കുന്നു, KSRTC ബസ് എത്തിക്കുന്നു. അങ്ങനെയാണ് ഈ യാത്രക്കാരെ പുറത്തെത്തിക്കുന്നത്. ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 12:15 തുടങ്ങിയ രക്ഷാദൗത്യം ഏകദേശം 3.5 മണിക്കൂറോളം നീളുന്നു എന്നുള്ളത് 4 മണിയോടുകൂടിയാണ് പൂർണ്ണമായും അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. നിലവിൽ വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ട്. അവിടെ